കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയ ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്നി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാലത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് കർത്താവിന്റെ മംഗളവാർത്ത തിരുനാള് കൊണ്ടാടുകയാണ്. ഈ തിരുനാള് അറിയപ്പെടുന്ന കർത്താവിന്റെ മംഗളവാർത്ത തിരുനാൾ എന്നാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. മറിയത്തിന്റെ ജീവിതത്തിൽ ഇത് കർത്താവിന്റെ മംഗളവാർത്തയായി കടന്നു വരുമ്പോഴും മറിയത്തിന് ഇത് ഒരു മംഗളകരമായ വാർത്തയായിരുന്നോ എന്ന് പലപ്പോഴും സംശയം തോന്നാവുന്നതാണ്. പിന്നീട് അവളുടെ ജീവിതത്തിൽ അരങ്ങേറിയ ഓരോ സംഭവങ്ങളും ഈ ഒരു മംഗളവാർത്ത അവളെ അറിയിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവളോട് 5 വാഗ്ദാനങ്ങളാണ് പറയുക. ആ 5 വാഗ്ദാനങ്ങൾ പിന്നീട് അവളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നിറവേറിയത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിരാശയായിരിക്കും നമുക്ക് തോന്നുക. കാരണം അതുപോലെ വേദനകളിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ് പിന്നീട് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ഇന്ന് ആ 5 വാഗ്ദാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൂതൻ അവളോട് പറയുന്നുണ്ട്, അവൻ വലിയവനായിരിക്കും. രണ്ടാമത് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മൂന്നാമത്തെ വാഗ്ദാനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. നാലാമത്, യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അഞ്ചാമത്, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. ഈ 5 വാഗ്ദാനങ്ങൾ മറിയത്തിന് കർത്താവിന്റെ ദൂതൻ വഴി നൽകപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, പിന്നീട് അവളുടെ ജീവിതത്തിൽ അവൾക്ക് തന്നെ നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ അവൾ കടന്നു പോവുകയാണ്. സ്വസ്ഥമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പോലുമുള്ള സാഹചര്യം മറിയത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. തന്റെ ഭർത്താവാകാൻ പോകുന്ന ജോസഫ് ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക എന്ന ആവലാതിയും മറിയത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ജോസഫിന്റെ സംഭവം വായിക്കുമ്പോഴും അറിയാം, അവളെ ഈ രഹസ്യമായി ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുന്ന ജോസഫിനെയാണ് നമ്മൾ അവിടെ കാണുക. അപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പരിശുദ്ധ കന്യകാമറിയം കടന്നു പോകുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒന്നായി മാറുന്നില്ല. പിന്നീട് അവളുടെ ജീവിതത്തിൽ ഉടനീളം ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും മാത്രമാണ് നിരന്തരം കടന്നു വന്നുകൊണ്ടിരുന്നത്. യേശുവിനെ ജന്മം നൽകുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും ഓടുക, അവസാനം ഒരു കാലിത്തൊഴുത്തിൽ പോയി അവനെ പ്രസവിക്കുക, പിന്നീട് അവിടെയും നിലനിൽക്കുവാൻ സാധിക്കാതെ അടുത്ത പട്ടണത്തിലേക്ക് ഓടുക. അങ്ങനെ ഓട്ടത്തോട് ഓട്ടം തന്നെയായിരുന്നു മറിയത്തിന്റെ ജീവിതം.
അവസാനം ഒരമ്മ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച, നൊന്തുപെറ്റ ആ മകനെ കുരിശിൽ തറയ്ക്കുന്ന കാഴ്ച പോലും നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഇത് ഒരിക്കലും മംഗളവാർത്തയായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മറിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സ്ഥാനം നേടുന്നത്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് മുഴുവനായി മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല മറിയത്തിന്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിലൂടെ അവൾ തൻ്റെ അവസ്ഥയെ തുറന്നു കാണിക്കുന്നുണ്ട്. പക്ഷേ ദൂതൻ അവളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് എന്ന് പോലും അറിയാത്തവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. പക്ഷേ അവൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം ആ നിമിഷം അവൾക്കുണ്ടായി. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സറണ്ടർ ചെയ്യുവാൻ അവൾ തയ്യാറാകുന്നത്. കാരണം അതിനു മുമ്പ് പറയപ്പെട്ട ഒരു കാര്യം പോലും പരിശുദ്ധ കന്യകാമറിയത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇതുപോലെ ഒത്തിരിയേറെ പദ്ധതികളുണ്ട്. പക്ഷേ അത് കൃത്യസമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നില്ല. പക്ഷേ കാലം തെളിയിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പദ്ധതികൾ എന്നും വിജയം കാണുക തന്നെ ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു മനോഭാവം സ്വീകരിക്കുവാൻ തയ്യാറാവുക. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓരോ പദ്ധതിയുടെ മുമ്പിലും പരാതി പറയാതെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന സഹനവും വേദനയാണെങ്കിൽ പോലും സന്തോഷപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങയുടെ ദാസൻ അല്ലെങ്കിൽ അങ്ങയുടെ ദാസി, നിന്റെ പദ്ധതി എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദൈവബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.